നമസ്കാരം. ഹെർബൽ വണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഒരു കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി മുൻപോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി കൃത്യതയോടുകൂടി കേട്ട് നോട്ട് ചെയ്ത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു നിരാശയിൽ നിന്ന് കരകയറുവാനും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ഫീമെയിൽ പാർട്ട്ണർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓവുലേഷനും പീരീഡുമെല്ലാം ട്രാക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആർത്തവ ചക്രം കൃത്യമാണ് എങ്കിൽ എന്നാണ് ഓവുലേഷൻ എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഇട്ടിരിക്കാം. അതിൽ പോയി ഓവുലേഷൻ എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ സിംറ്റംസ് എന്താണ്, എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്നുണ്ട്. കൃത്യമായി അത് മനസ്സിലാക്കുക. നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും വൈദ്യസഹായം വേണമെങ്കിൽ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സൈക്കിൾ കൃത്യമായിട്ട് നിങ്ങളുടെ സൈക്കിൾ ട്രാക്ക് ചെയ്തെടുക്കുക. അതിനനുസരിച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ബോഡി എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം BMI കറക്റ്റാക്കി വെക്കുക എന്നുള്ളതാണ്. ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ്. അത് കൃത്യമായ നോർമലായിട്ടുള്ള അളവിൽ തന്നെയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഓൺലൈനായി ധാരാളം സൈറ്റുകളിൽ അത് പരിശോധിക്കുവാൻ സാധിക്കും. അപ്പോഴങ്ങനെ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ആർത്തവ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മെഡിക്കേഷൻ ആവശ്യമാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകണം. അതല്ല, ഈ പറയുന്ന രീതികൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ആർത്തവ ചക്രത്തിലെ ഇററുകളെല്ലാം തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഓൾ ഫ്രൂട്ട്സും ഓൾ വെജിറ്റബിൾസും നല്ല രീതിയിൽ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തത് കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരുപാട് എണ്ണയൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ കുക്ക് ചെയ്ത ഭക്ഷണമാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ പ്രോസസ്ഡായിട്ട് കിട്ടുന്ന എണ്ണകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉപയോഗിക്കാതെ വളരെ നാച്ചുറലായിട്ട് നല്ല വെളിച്ചെണ്ണയിലും മറ്റുമെല്ലാം പാകം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ മുട്ടയും മീനും മാംസവും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ സമീകൃതമായി മാത്രം അവ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒന്നും നാവിന് തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ആവരുത്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കണം നിങ്ങളുടെ മുൻപിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അപ്പോഴതിൽ ഇലക്കറികളും അതുപോലെ സ്പ്രൗട്ട്സും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം തന്നെ വളരെ വളരെ ആവശ്യ ഘടകങ്ങളാണ്. അപ്പോൾ ഭക്ഷണത്തിൽ നിന്നും സമീകൃതം എന്ന ഒരു രീതിയിൽ നിന്ന് വ്യതിചലിക്കാതെ എല്ലാം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം കൃത്യമായി കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. പിന്നെ എക്സസൈസ് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഔട്ട്ഡോർ ചെയ്യണമെന്നോ ജിമ്മിൽ പോയി ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ, നിങ്ങളുടെ മുറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജോഗിങ്ങും നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് ജോഗിങ് ചെയ്യാൻ പറ്റും. അങ്ങനെ ജോഗിങ്ങും പിന്നെ യോഗ അറിയാവുന്നവരാണെങ്കിൽ യോഗ ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബിൽ ധാരാളം ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അത് കണ്ട് യോഗ ചെയ്യാൻ പഠിക്കുക. രാവിലെയും വൈകിട്ടുമുള്ള സൂര്യോദയത്തിൻ്റെ ആ ഒരു സമയം, സൂര്യോദയവും സൂര്യാസ്തമയവും മിസ് ചെയ്യാതെ ആ സമയത്ത് വെളിയിലിറങ്ങി ഒരു സൂര്യകിരണങ്ങൾ ശരീരത്തിൽ ഏൽക്കുവാനും പ്രകൃതിയെ ആസ്വദിക്കുവാനും മൈൻഡ് റിലാക്സ് ആക്കി വയ്ക്കുവാനും ശുദ്ധമായ വായു പുറത്തുനിന്ന് എടുക്കുവാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ വളരെ വൈറ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ചൊരു ജീവി, നമ്മൾ മനുഷ്യജീവി ഭൂമിയിൽ വരുന്ന പ്രഭാതം, ഒരിക്കലും ആ സൂര്യോദയം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. അത് മിസ് ചെയ്യരുത്. 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. അത് മുടങ്ങാതെ ചെയ്യാൻ നോക്കുക. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക.
ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ വിഷമാവസ്ഥകളും ഉണ്ടാവും. അതും ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. കൃത്യമായി നിങ്ങൾ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് എല്ലാം പുറന്തള്ളപ്പെടുകയും കൃത്യമായ രക്തചംക്രമണം നടക്കുകയും കൃത്യമായി എല്ലാ ധാതുക്കളും ഉദ്ദീപിപ്പിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ബ്ലഡ് ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ടോ, RH ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ടോ എന്നെല്ലാം ആദ്യമേ തന്നെ അറിയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 2 പേരും, ഫീമെയിലും മെയിലും പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാമെങ്കിൽ അത് വെച്ച് ഒന്ന് കൺസൾട്ടേഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പ്രഗ്നൻസിയിൽ എന്തെങ്കിലും RH ഇൻകോമ്പാറ്റിബിലിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടോ, അതിനുള്ള സാധ്യതയുണ്ടോ, ABO ഇൻകോമ്പാറ്റിബിലിറ്റിയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ അതും ചെക്ക് ചെയ്ത് കറക്റ്റാക്കി നിങ്ങളുടെ ആ ഒരു റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതും കൃത്യമായ അളവിലാണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ആയുർവേദത്തിൽ തൈറോയിഡിന് ആജീവനാന്തകാലം മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തൈറോയിഡിന് വളരെ ഫലപ്രദമായ ആയുർവേദ ചികിത്സ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കളക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, യൂറിൻ ടെസ്റ്റ്, പിന്നെ കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് വർക്ക്സ് എല്ലാം ചെയ്തു വെക്കുന്നത് വളരെ നല്ലതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെക്കുന്നത്, കൺസെപ്ഷന് മുന്നേ തന്നെ കണ്ടുപിടിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ ഡയബറ്റീസ് ഉണ്ടോ, ഫാറ്റി ലിവർ ഉണ്ടോ, എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടോ എന്നെല്ലാം കണ്ടുപിടിച്ച് വെച്ച് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ ആദ്യം തന്നെ നോക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ബ്ലഡ് വർക്ക്സ് എല്ലാം ചെയ്തു വെക്കാൻ നോക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമാധാനപരമായ ഉറക്കം കൃത്യമായി കിട്ടുക എന്നുള്ളത്. കൃത്യസമയത്ത് തന്നെ ഉറങ്ങാനും ഉണരുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായ ഉറക്കമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ എല്ലാ ബോഡി ഫങ്ഷൻസും വളരെ പെർഫെക്റ്റായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതിനനുസരിച്ച് ഫെർട്ടിലിറ്റിയെയും അത് ബാധിക്കും. അപ്പോൾ ശരീരത്തിനെ ഡീസ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് മൈൻഡും ബോഡിയും റിലാക്സ് ആക്കി വെക്കുവാൻ ശ്രദ്ധിക്കണം. എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്കാണെങ്കിലും അതിൻ്റെ ഇടയ്ക്കും നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാനും ബോഡിയെ ഡീസ്ട്രെസ് ചെയ്യാനും എല്ലാം ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം സ്ട്രെസ് ഓൾസോ അഫക്ട്സ് ദ ഫെർട്ടിലിറ്റി എന്നാണ്. അതും വളരെ കാര്യമായി തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഷുഗർ എത്രത്തോളം അവോയ്ഡ് ചെയ്യാമോ അത്രത്തോളം അവോയ്ഡ് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഒബീസാണ് അല്ലെങ്കിൽ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ പല്ലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറുന്നതായി കാണാൻ സാധിക്കും. ജങ്ക് ഫുഡ്സ് വളരെ നിർബന്ധമായും ഫെർട്ടിലിറ്റി ആഗ്രഹിക്കുന്നവർ, കൺസെപ്ഷൻ ആഗ്രഹിക്കുന്നവർ ഒഴിവാക്കുക തന്നെ വേണം. അത് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഏറ്റവും കാര്യമായി തന്നെ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കൺസേൺസ് ബ്ലഡ് വർക്ക്സ് ഒക്കെ ചെയ്തതിലൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഇത്രയുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടും നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ ഗൈനക്കിനെയോ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഏതിലാണോ കൺസേൺ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത്രയുമായാൽ വീടെപ്പോഴും നിങ്ങളിരിക്കുന്ന പ്ലേസ്, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാട് ഡീക്ലട്ടേർഡ് ആയിട്ടിരിക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു മൂഡ് റെഗുലേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബെഡ്റൂമും അതുപോലെ അസോസിയേറ്റഡ് ഏരിയാസൊക്കെ വളരെ പീസ്ഫുള്ളും റൊമാൻറ്റിക്കുമാക്കി വെക്കുവാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കുക. നല്ല സ്മെല്ലും അതുപോലെ നല്ല ലൈറ്റിങ്ങും അങ്ങനെ എല്ലാം നിങ്ങൾക്ക് പ്ലസൻറ്റ് ഫീലിംഗ് തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റൂമിലുണ്ടായിരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനെതിരായി നിൽക്കുന്ന യാതൊരു ഘടകങ്ങളും, അതായത് വേസ്റ്റ്, അലക്ഷ്യമായിട്ടിരിക്കുന്ന തുണി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ബെഡ്റൂമിൽ ഉണ്ടാവാൻ പാടില്ല.
ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം തന്നെ ഡീക്ലട്ടർ ചെയ്ത് വളരെ ഓർഗനൈസ്ഡ് ആക്കി റൂം വെക്കുക. ഇത് നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും മൂഡ് എലിവേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത്രയുമായാൽ ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ്. നിങ്ങളുടെ ഫെയ്ത്തിൽ നിങ്ങൾ വളരെയധികം വിശ്വസിക്കുക. നിങ്ങൾ ഒരു അമ്മയും അച്ഛനുമാകാൻ പോകുകയാണ് എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ വിശ്വസിക്കുക. ലെറ്റ് ഗോ ആൻഡ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സിനെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡോട് കൂടി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ അമ്മയും അച്ഛനുമാകാൻ പോവുകയാണ് എന്ന് വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആകുന്നതായിരിക്കും. അപ്പോൾ പോസിറ്റീവായ ശേഷം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തെങ്കിലും സംശയം നിവാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ അപ്പോയിൻമെൻ്റ് എടുക്കാം, കൺസൾട്ടേഷൻ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. കമൻറ്റിന് ഞാൻ മറുപടി തരാം. അപ്പോൾ വീണ്ടും വളരെ ഫലപ്രദമായ ആരോഗ്യ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.